കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. 4-ാം അധ്യായവും നെബൂഖദ്നേസർ കണ്ട ഒരു സ്വപ്നമാണ്. 2-ാം അധ്യായം ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചുള്ളൊരു സ്വപ്നമായിരുന്നു. അതിൽ ദാനിയേൽ സ്വപ്നം കണ്ടെങ്കിലും വേണ്ട വിധത്തിൽ ഓർക്കുവാൻ കഴിയുമോ, അതിനർത്ഥം എന്തോ അറിയാതെ വ്യാകുലപ്പെടുകയും സ്വപ്നവും അർത്ഥവും വ്യാഖ്യാനിക്കണമെന്ന് പറഞ്ഞ് പലരുടെ പുറകെ നടന്ന അവസാനം ദാനിയേലും കൂട്ടരും ആ സ്വപ്നം പറയുന്നു, വ്യാഖ്യാനിക്കുന്നു. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നെബൂഖദ്നേസറിനെ കുറിച്ചുള്ളൊരു സ്വപ്നമാണത്. എന്നാൽ ഈ സ്വപ്നം തനിക്ക് ഓർമ്മയുണ്ട്, എന്നാൽ ഇത് വ്യാഖ്യാനിക്കണം, അതിൻ്റെ അർത്ഥം അറിയണം. അപ്പോൾ കണ്ടത് നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു വലിയ വൃക്ഷത്തെക്കുറിച്ചാണ് സ്വപ്നം കണ്ടത്. അപ്പോൾ ആ നിലയിൽ കണ്ടുകൊണ്ട് എഴുന്നേറ്റ് വന്നപ്പോൾ തൻ്റെ ഹൃദയത്തിനകത്തുണ്ടായ വിഷമങ്ങളുടെ നടുവിലാണ് ഈ ഒരു അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ അധ്യായത്തിൻ്റെ ആരംഭ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ അധ്യായം വാസ്തവത്തിൽ നെബൂഖദ്നേസർ രാജാവ് സ്വന്തമായി താൻ കണ്ടതും കേട്ടതുമായ ഒരു കാര്യം നേരിട്ട് സാക്ഷ്യമായി വിശദീകരിക്കുന്ന പോലെയാണ് ഈ 4-ാം അധ്യായം ആരംഭിക്കുന്നത്. അത് നേരിട്ട് ഒരു സാക്ഷ്യമായി പ്രസ്താവിക്കുകയാണ്. അവിടെ 4-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത്, സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത് എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. ദാനിയേൽ എഴുതുന്നതായിട്ടല്ല, നെബൂഖദ്നേസർ എഴുതുന്നതായിട്ട് തൻ്റെ സ്വന്തം സാക്ഷ്യം താൻ പ്രസ്താവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് നെബൂഖദ്നേസറിൻ്റെതായിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻ്റായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൂടാതെ ഈ അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ച്, ആ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ആ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും ആ ദൈവത്തിൻ്റെ അടയാളം എന്നിവയൊക്കെ പ്രകീർത്തിക്കുന്ന നിലയിലാണ് ഈ 4-ാം അധ്യായം ആരംഭിക്കുന്നത്. 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, എങ്കിൽ പ്രവർത്തിച്ച അത്യുന്നതനായ ദൈവം എങ്കിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. അവൻ്റെ അടയാളങ്ങൾ എത്ര വലിയവ, അവൻ്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ, അവൻ്റെ രാജ്യത്വം എന്നേക്കുമുള്ള രാജ്യത്വവും അവൻ്റെ ആധിപത്യം തലമുറ തലമുറയായും ആകുന്നു. അപ്പോൾ ഈ നിലയിൽ ആരംഭിക്കുമ്പോൾ തന്നെ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവം ചെയ്ത അടയാളങ്ങളെക്കുറിച്ചും ദൈവിക അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് നല്ലതാണെന്ന് ഹൃദയത്തിനകത്ത് താല്പര്യം. അത്യുന്നതനായ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും നാം അത് സ്വാഭാവികമായിട്ടാണെങ്കിൽ തന്നെയും നാം അത് പ്രഖ്യാപിക്കണമെന്നൊരു ചിന്ത ഹൃദയത്തിനകത്തുണ്ടായിട്ട് താൻ ആ ഭാഗം പറയുകയാണ് ഇവിടെ ചെയ്തത്. ഇതിൽ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞ് നമുക്ക് 4-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. അവരുടെ രാജ്യം ശാശ്വതമാകുന്ന രാജ്യമാണെന്ന് പറയുന്നത്. ഇതുവരെ നെബൂഖദ്നേസർ രാജാവ് തൻ്റെ സ്വന്തം രാജ്യം, താനാണ് വലിയ ശക്തി, തൻ്റെ സാമ്രാജ്യമാണ് വലുത് എന്നൊക്കെ ചിന്തിച്ചിരുന്ന നെബൂഖദ്നേസർ
ഇപ്പോൾ വന്നപ്പോൾ ചിന്താഗതിക്ക് മാറ്റം വന്നു. താൻ പറയുകയാണ്, അവൻ്റെ രാജ്യത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്, അത്യുന്നതനായ ദൈവത്തിൻ്റെ രാജ്യത്വം ശാശ്വത രാജ്യമാണ്. നെബൂഖദ്നേസർ മഹാനായ ഒരു രാജാവായിരുന്നു. എന്നാൽ ഈ അധ്യായത്തിൽ വരുമ്പോൾ തൻ്റെ രാജ്യത്തെക്കാൾ വിശാലമേറിയതും ശാശ്വതമായതും നിലനിൽക്കുന്നതുമാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ രാജ്യം എന്നൊരു ബോധ്യം തൻ്റെ ഹൃദയത്തിനകത്തുണ്ടാകുന്നു. താൻ വലിയ ആധിപത്യം വെച്ച് പുലർത്തിയിരുന്നു, എത്ര രാജ്യങ്ങൾ കീഴടക്കി. എന്നാൽ ഇപ്പോൾ താൻ പറയുന്ന ദൈവത്തിൻ്റെ ആധിപത്യം പൂർണ്ണമായും അതുല്യമാണ്, അതിന് തുല്യമായിട്ടൊന്നുമില്ല. കാരണം അത് ശാശ്വതമാകുന്ന രാജ്യമാണ്. അവൾ ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, താൻ്റെ ആറ്റിറ്റ്യൂഡിനൊക്കെ വ്യത്യാസം വന്നു, ദൈവത്തെ പ്രകീർത്തിക്കുന്ന ഒരു രാജാവായിട്ടാണ് കാണുന്നത്. രണ്ട്, ദൈവത്തെ ഇങ്ങനെ മഹത്വപ്പെടുത്തുന്ന ഒരു രാജാവായിട്ടാണ് കാണുന്നത്, ഡിക്ലെയർ ചെയ്യുകയാണ്. നമുക്കിനി 4 മുതൽ 9 വാക്യങ്ങളിലേക്ക് പോകാം. ഒന്ന് വായിച്ച് 4-ാം വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ. നെബൂഖദ്നേസർ എന്ന ഞാൻ എൻ്റെ അരമനയിൽ സ്വൈര്യമായും എൻ്റെ രാജധാനിയിൽ സുഖമായും വസിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. അത് നിമിത്തം ഭയപ്പെട്ട് കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ നിരൂപണങ്ങളാലും ദർശനങ്ങളാലും വ്യാകുലപ്പെട്ടു. സ്വപ്നത്തിന്റെ അർത്ഥം അറിയേണ്ടതിന് ബാബേലിലെ സകല വിദ്വാൻമാരെയും എൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞാൻ കൽപ്പിച്ചു. അങ്ങനെ മന്ത്രവാദികളും ആഭിചാരകന്മാരും കൽദയരും ശകുനവാദികളും അകത്തു വന്നു. ഞാൻ സ്വപ്നം അവരോട് വിവരിച്ചു പറഞ്ഞു. അവർ അർത്ഥം അറിയിച്ചില്ല താനും. ഒടുവിൽ എൻ്റെ ദേവന്റെ നാമധേയ പ്രകാരം ബേൽഷസർ എന്ന് പേരുള്ളവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമായ ദാനിയേൽ എൻ്റെ മുമ്പിൽ വന്നു. അവനോട് ഞാൻ സ്വപ്നം വിവരിച്ചത് എന്തെന്നാൽ, മന്ത്രവാദി ശ്രേഷ്ഠനായ ബേൽഷസരെ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ ഉണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് വിഷമമല്ലെന്നും ഞാൻ അറിയുന്നത് കൊണ്ട് ഞാൻ കണ്ട സ്വപ്നത്തിന്റെ താല്പര്യവും അർത്ഥവും പറക. നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് താൻ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറയുവാൻ അവസാനം ഇപ്പോൾ ദാനിയേലിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ആ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ എൻ്റെ അരമനയിൽ വളരെ വിശ്രമത്തിലായിരുന്നു, സ്വൈര്യമായും എൻ്റെ രാജധാനിയിൽ സുഖമായും വസിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം ഞാൻ കണ്ടു. എൻ്റെ വീട്ടിൽ ഞാൻ വളരെ സൗകര്യമായി അരമനയിൽ സമാധാനത്തോടെ ഞാൻ ഇരിക്കുമ്പോഴാണ് സ്വപ്നം കണ്ടത്. ആ സ്വപ്നം എൻ്റെ ഉള്ളിൽ വളരെയധികം വിഷമങ്ങളും പ്രതിസന്ധികളും എൻ്റെ ഹൃദയം കലങ്ങുന്ന അനുഭവങ്ങളിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് വളരെ സ്വസ്ഥനായിരിക്കുകയായിരുന്നു. അതിലൊരു പണ്ഡിതന്മാരിങ്ങനെ പറയപ്പെടുന്നത്, താൻ വിശ്രമിക്കുകയായിരുന്നു, താൻ സ്വസ്ഥനായിരുന്നു. അത് മുഴുവൻ തനിക്ക് ലഭിച്ചത് താൻ വ്യാജ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ആ വ്യാജ ദൈവങ്ങളിൽ നിന്ന് കിട്ടിയ വിശ്രമവും സമാധാനവും സ്വൈര്യവുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ മുൻപിൽ തന്നെ അതിൽ നിന്ന് വെളിയിൽ കൊണ്ടുനേടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതുവരെ തൻ്റെ രാജ്യത്തുള്ള വ്യാജ ദൈവങ്ങളുടേതായിരിക്കുന്ന ഇടപെടൽ നിമിത്തം ലഭിക്കുന്ന ശാന്തിയും സമാധാനവും സ്വൈര്യവും വളരെ വിശ്രമമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ദൈവം അവനെ പിടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാവും, വ്യാജ ദൈവങ്ങളിലൂടെയും ഒക്കെ ലഭിക്കുന്ന നന്മകളും ഐശ്വര്യങ്ങളും ഉയർച്ചകളും എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റേഷൻ വരെ അത് നിൽക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ അവനെ തകർത്തുകൊണ്ടേ അത് പോയിട്ടുള്ളൂ. ഇന്ന് വരെയുള്ള നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ച് നോക്കിയാൽ
വ്യാജ ദൈവങ്ങളെ ആരാധിച്ച് അതിന് മുൻപിൽ സേവ ചെയ്തു പോകുന്ന ഏതൊരു വ്യക്തിയും താൽക്കാലികമാകുന്ന ചില നേട്ടങ്ങളും അതിൻ്റെ അനുഭവങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും ഒരു കാലം കഴിയുമ്പോൾ ക്ഷയിച്ചു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആസാഫ് പറയുന്നില്ലല്ലോ, അവരെ കണ്ണുരുണ്ടിരിക്കുന്നു, തടിച്ചിരിക്കുന്നു, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ട അഹങ്കാരികൾ അസൂയ തോന്നി എന്നൊക്കെ ആസാഫ് പറയുന്നു. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മുടെ ദൈവത്തെ സേവിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് എല്ലാം വിറ്റും ഇറങ്ങിയിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. മന്ത്രവാദം ചെയ്യുന്നവനും ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവനും അങ്ങനെ ലോകപ്രകാരം ജീവിക്കുന്ന വ്യാജ ദൈവങ്ങളെ സേവിക്കുന്നതൊക്കെ ഇഷ്ടം പോലെ നന്മയുണ്ട്, വരുമാനമുണ്ട്, അവൻ്റെ തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നൊക്കെ ചിലപ്പോൾ നമ്മളും ചുറ്റുപാടുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി നമ്മളും പലപ്പോഴും രോദനമായി പറയാറുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട വസ്തുത, അതിനൊരു പരിധിയുണ്ട്. പരിധി കഴിയുമ്പോൾ ആ കംഫോർട്ട് സോണിൽ നിന്ന് അത് വെളിയിൽ ചാടും, ആ വ്യക്തി വെളിയിൽ വരും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, തെറ്റായ മാർഗത്തിലൂടെ എന്തു നന്മ നേടിയാലും, എന്ത് ഐശ്വര്യങ്ങൾ കൈവരിച്ചാലും, എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടിയാലും ഒരു ദിവസം അതിൽ നിന്ന് പുറത്ത് ചാടും, അതവിടെ കൊണ്ട് തീരും. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ പലതും കണ്ടിട്ടുണ്ട്, ചുറ്റുപാടുകളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് അതുപോലെയാണ് ഈ രാജാവ് ആ ഒരു കംഫോർട്ടിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. ദൈവം അവിടുന്ന് പതുക്കെ പിടിച്ചിറക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, 2-ാം അധ്യായത്തിൽ സ്വപ്നം അറിയത്തില്ലായിരുന്നു. അതിനെല്ലാവരുടെ മുമ്പിൽ കിടന്ന് വിളിച്ചപേക്ഷിച്ചപ്പോൾ കൽദേക്കാർ പറഞ്ഞു, സ്വപ്നം പറ, അർത്ഥം വ്യാഖ്യാനിക്കാം. ഇവിടെ ഇപ്പോൾ സ്വപ്നം ഓർമ്മയുണ്ട്, പക്ഷെ അർത്ഥം അറിയത്തില്ല. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് തൻ്റെ ഉപദേശകന്മാരോട് ഈ സ്വപ്നം വിശദീകരിക്കുന്നു, പക്ഷേ അതിൻ്റെ അർത്ഥം അവർക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല. സ്വപ്നം വ്യാഖ്യാനിക്കാൻ വളരെ എളുപ്പമുള്ളതായിരുന്നു. ഒരുപക്ഷെ 2 കാരണങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ജ്ഞാനികൾക്കൊരുപക്ഷെ, അദ്ദേഹം പറഞ്ഞ മന്ത്രവാദികൾ, ശകുനവാദികൾ, കൽദയർ തുടങ്ങിയുള്ള ലോകപ്രകാരമുള്ള ജ്ഞാനികൾക്കൊരുപക്ഷെ ഇത് മറവായിരിക്കാം, ഇതവർക്ക് തെളിഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ തന്നെ അവർക്ക് ഭയമായിരിക്കാം ഇതിനെക്കുറിച്ച് രാജാവിനോട് പറയുവാൻ. ഈ 2 കാരണങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നെബൂഖദ്നേസർ പറയുന്നത്, ഞാൻ പറഞ്ഞിട്ട് അവരറിയിച്ചില്ല എന്നാണ്, അവർക്ക് അത് അറിയിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അവസാനം ഇപ്പോൾ ദാനിയേലിൻ്റെ മുമ്പാകെ എത്തി. ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ പുള്ളി 8-9 വാക്യങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. 1, 8, എൻ്റെ പേരുള്ളൊരു വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവൻ. 9-ാം അധ്യായത്തിൽ പറയുമ്പോൾ വിശുദ്ധന്മാരുടെ ആത്മാവ് നിന്നിലുണ്ട് എന്നും പറയുന്നു. ആ പദപ്രയോഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന പദപ്രയോഗമാണ്. വിശുദ്ധന്മാരുടെ, വിശുദ്ധ ദേവന്മാരുടെ. അപ്പോൾ നെബൂഖദ്നേസർ മനസ്സിലായി, തൻ്റെ കൂടെയുള്ള ശകുനവാദികളും മന്ത്രവാദികളും കൽദേക്കാരിലൊക്കെ വ്യാപരിക്കുന്നത് അശുദ്ധാത്മാക്കളാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ദാനിയേലിനോട് പറഞ്ഞത്, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനായി നിനക്ക്. എൻ്റെ കൂടെ ഉള്ളവന്മാർക്കുള്ള ആത്മാവെന്ന് പറയുന്നത് അശുദ്ധാത്മാക്കളാണ്, എന്നാൽ നിന്നിൽ വ്യാപരിക്കുന്നത് വിശുദ്ധാത്മാവാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദാനിയേലോ കൂട്ടരൊന്നും കൊട്ടിഘോഷിക്കുവാനും ഒന്നും പോയില്ല. ഞങ്ങൾ വിശുദ്ധന്മാരുടെ ആത്മാവുണ്ടെന്നൊന്നും പറയാൻ പോയില്ല. വാസ്തവത്തിൽ അവരുടെ ജീവിതത്തിലൂടെ അവർ കാണിച്ചു കൊടുത്തു, അവരിൽ വസിക്കുന്നത് വിശുദ്ധന്മാരുടെ ദേവന്മാരുടെ ആത്മാവാണ്. അവിടെ നമ്മൾ ഏത് സൊസൈറ്റിയിൽ പാർത്താലും
നമ്മൾ എവിടെ യാത്ര ചെയ്താലും എവിടെയായിരുന്നാലും നമ്മളെ കാണുന്നവർ പറയണം, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് ഇവനിലുണ്ട് എന്ന് ലോകം പറയണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഭക്തന്മാരാകുന്ന പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരന്മാർ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഈ ഒരു അനുഭവം ഇത്രയും വ്യാപിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിലും നമ്മുടെ മാതാക്കളും പിതാക്കന്മാരും സഹോദരന്മാരും തങ്ങൾ എവിടെ ജോലി ചെയ്താലും എവിടെ പാർത്താലും എവിടെ സഞ്ചരിച്ചാലും അവരിൽ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുണ്ട് എന്നൊരു ഐഡൻറ്റിറ്റി അവർ സൂക്ഷിച്ചിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് പറയാനുണ്ട്. ജോസഫിനെ കുറിച്ച് പറയുമ്പോഴും ഫറവോൻ പറയുന്നത് അങ്ങനെയാണ്, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ട്. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് നമ്മൾ എഴുതി വെച്ചോ മറ്റുള്ള മുമ്പിൽ നമ്മൾ പ്രഖ്യാപിച്ചില്ല. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ സംഭാഷണത്തിലൂടെ, നമ്മുടെ ജീവിത രീതിയിലൂടെ നമ്മൾ വസിക്കുന്ന ആത്മാവ് ഏതാണെന്ന് നമ്മൾ മറ്റുള്ള മുമ്പിൽ ഐഡൻറ്റിറ്റിയായി നമ്മൾ കാണിക്കുവാൻ, നമ്മളോട് വെളിപ്പെടുത്തുന്ന ഒരു ഉപകരണമായി നമ്മൾ തീരണം. അത് യാഥാർത്ഥ്യമാണ്. കാരണം ജാതികളെ കൊണ്ടും ദൈവം എന്താണെന്ന് മനസ്സിലാക്കാത്ത വ്യാജ ദൈവങ്ങളെയും മറ്റും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ വക്രതയും കോട്ടമുള്ള ഈ തലമുറയുടെ നടുവിൽ നമ്മളെ കാണുന്നവർ പറയണം, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവർ എന്ന് പറയണം. കർത്താവ് ശിഷ്യന്മാർക്ക് ഇങ്ങനെയാണ് പറഞ്ഞത്, ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരെന്നാ പറഞ്ഞത്. വെറും മുക്കുവന്മാർ, സമൂഹത്തിൽ വിലയും നിലയും ഇല്ലാത്ത, ഒരു കാര്യങ്ങളും ചെയ്യുവാൻ കഴിവില്ലാത്ത, ഇളക്കി മറിക്കാൻ കഴിവില്ലാത്ത, ബലഹീനരാകുന്ന, ഈവൻ സ്വന്തം ടാക്സ് പോലും കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്ത പത്രോസ് ഉൾപ്പെട്ട ടീമിനെ വിളിച്ചതാണ് ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരെന്ന്. സ്വന്തം ടാക്സ് പോലും കൊടുക്കാനില്ല. അപ്പൊ നോക്കണം, അതാണ് നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്. അത് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ള കാണണം, നമ്മൾ വേർപെട്ടവരാണ്, നമ്മൾ വേർതിരിയപ്പെട്ട, നമ്മിൽ ഒരു വ്യത്യസ്തമാകുന്ന ഒരു വിശുദ്ധ ആത്മാവുണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ള കാണണം. പ്രിയപ്പെട്ടവരെ, അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കുകയാണ്, ഏറ്റവും അധികം. കാരണം ഈ പേരും പറഞ്ഞ് ഒത്തിരിയുണ്ട്. വ്യാജമാർഗങ്ങളിലൂടെയും ഷോർട്ട് കട്ടിലൂടെയും പേര് വെളിയിൽ വരുവാൻ, ഫേമസ് ആകുവാൻ, പണം സമ്പാദിക്കുവാൻ സകല മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആത്മീയ കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതിന് നടുവിൽ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് യഥാർത്ഥ ദൈവാത്മാവാണ് എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ള കാണുവാൻ ഇടയാകട്ടെ. ഇനി ഒടുവിൽ 8-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ദാനിയേൽ എൻ്റെ മുമ്പാകെ വന്നു. മന്ത്രവാദികൾക്കും ജ്യോതിഷന്മാർക്കും കൽദേവർക്കും ഒക്കെ അവസരം ലഭിച്ചു. അവരൊക്കെ ആദ്യം വിളിച്ച് അവർക്ക് അവസരങ്ങൾ കൊടുത്തു. അവരെ കൊണ്ട് കഴിവില്ലാതെ വന്നപ്പോഴാണ് ദാനിയേലിനെ പോയി തേടുന്നത്. ആദ്യമേ ദാനിയേലിനെ തേടിയില്ല. തൻ്റെ കീഴിലുള്ള ഈ മന്ത്രവാദികളെയും ശകുനവാദികളെയും ഒക്കെ ഉപയോഗിച്ച് അതിൽ കണ്ടുപിടിക്കാമെന്ന് ചിന്തിച്ചു. അത് സാധിക്കാതെ വന്നപ്പോൾ ദാനിയേലിനെ വിളിക്കുകയാണ്. ഇത് ഈ കാലഘട്ടത്തിൻ്റെ ചിത്രമാണത്. ഈ കാലഘട്ട ചിത്രം എന്ന് പറഞ്ഞാൽ കൃപയില്ലാത്ത ചില മനുഷ്യരുടെ ഒരു പ്രധാന വേഷമാണിത്. ചില ആളുകളോട് നമ്മൾ ദൈവജനം പറയുമ്പോൾ അംഗീകരിക്കത്തില്ല. അവരാൽ കഴിയുന്ന ലോകമാർഗങ്ങൾ മുഴുവൻ തേടി അതിൽ പരാജയപ്പെടുമ്പോൾ മാത്രമേ ഇനി അവർ പറഞ്ഞതല്ലേ ഒന്ന് നോക്കിക്കളയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് തിരിയുന്നത്.
എന്നാൽ ഒരു ഭക്തൻ അങ്ങനെയല്ല. എല്ലാം കഴിഞ്ഞിട്ടല്ല ഭക്തൻ ദൈവത്തിനടുക്കലേക്ക് വരുന്നത്. എല്ലാത്തിനും മുൻപേ അവൻ ദൈവത്തിൻ്റെ മുൻപാകെ ചെന്ന് ഇത് സമർപ്പിക്കും. ലോകപ്രകാരമുള്ള 4 ഭാഗത്തേക്ക് കണ്ണുകൾ ഓടിച്ച് അവരെയും ഇവരെയും ഒക്കെ സമീപിച്ചിട്ട് പരാജയത്തിലെത്തിച്ചേർന്നിട്ടാണ് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നത് എങ്കിൽ അത് തെറ്റാണ്. അതുകൊണ്ട് എല്ലാത്തിനും മുൻപേ വിഷയം വരുമ്പോൾ തന്നെ ആദ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി നമുക്ക് മുട്ടാം. അതാണ് പറഞ്ഞത്, ആ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ദൈവത്തിന് മുമ്പാകെ നമുക്ക് ആദ്യം ചെല്ലാം. അവനാൽ കഴിയാത്ത ഒന്നുമില്ല എന്നൊരു ഉത്തമ ബോധ്യം ഹൃദയത്തിൻ്റെ അകത്ത് ഈ രാത്രിയിൽ ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്നവരിൽ യൂട്യൂബിലൂടെ ആയാലും ശരി, ഈ സൂം പ്ലാറ്റ്ഫോമിലായാലും ശരി, ഏതെങ്കിലും വിധത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, വിഷമിക്കുന്നവരുണ്ടെങ്കിൽ പലയിടത്തേക്ക് 4 പാടിൽ നോക്കി എല്ലാ വാതിലും അടയപ്പെട്ടു, എല്ലാവരും കൈവിട്ടു എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, ശക്തനായൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. ഇങ്ങനെ ദൈവവചനം പറഞ്ഞു, അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ അവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ആരിറങ്ങിത്തിരിച്ചിട്ടുണ്ടോ, ആരവൻ സന്നിധി വിഷയങ്ങൾ വെച്ചിട്ടുണ്ടോ, അവർ പരാജയപ്പെട്ടിട്ടില്ല, അവർ ലജ്ജിക്കപ്പെട്ടിട്ടില്ല, അവരെ ദൈവം മാനിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ വചനത്തിലൂടെ വിളിച്ചു പറയുന്നു, നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. എല്ലാം അസ്തമിച്ചെന്ന് കഴിഞ്ഞിട്ടല്ല ദൈവത്തെങ്കിലേക്ക് നോക്കേണ്ടത്, ആരംഭത്തിൽ അവൻ്റെ അടുക്കൽ ചെല്ലുക. നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ അവൻ ചെയ്യും. ഇവിടെ അവർക്ക് വേണ്ടി ചെന്നു, ഒന്നും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ദാനിയേലിനെ വിളിച്ചു. ദാനിയേലിന് അതേ കൂട്ട പേരാണ് ബേൽസസർ. നെബൂഖദ്നേസർ രാജാവിൻ്റെ ഒരിഷ്ടദേവനാണ് ബേൽ എന്ന് പറയുന്നത്. ആ ബേലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ദാനിയേലിൻ്റെ പേരാണ് ബേൽസസർ എന്ന്. ദാനിയേൽ നെബൂഖദ്നേസരെ വ്യാഖ്യാനിക്കുന്ന മുമ്പേ ഈ സ്വപ്നം വ്യാഖ്യാനിക്കാൻ വേണ്ടി അവനെ അവിടേക്ക് കൊണ്ടുവരികയാണ്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് 10 മുതൽ 17 വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. സ്വപ്നത്തിന്റെ 10 തൊട്ട്. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനമാവിത്, ഭൂമിയുടെ നടുവിൽ ഞാനൊരു വൃക്ഷം കണ്ടു. അത് ഏറ്റവും ഉയരമുള്ളതായിരുന്നു. ആ വൃക്ഷം വളർന്നു ബലപ്പെട്ടു. അത് ആകാശത്തോളം ഉയരമുള്ളതും സർവഭൂമിയുടെയും അറ്റത്തോളം കാണാകുന്നതും ആയിരുന്നു. അതിൻ്റെ ഇല ഭംഗിയുള്ളതും ഫലം അനവധിയുമായിരുന്നു. എല്ലാവർക്കും അതിൽ ആഹാരമുണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങൾ അതിൻ്റെ കീഴെ തണലിളച്ചു വന്നു. ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ കൊമ്പുകളിൽ വസിച്ചു. സകല ജഡവും അതുകൊണ്ട് ഉപജീവനം കഴിച്ചു പോന്നു. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വൃക്ഷം വെട്ടിയിട്ട് അതിൻ്റെ കൊമ്പ് മുറിച്ച് ഇല കുടഞ്ഞ് കായ് ചിതറിച്ച് കളവീൻ. അതിൻ്റെ കീഴിൽ നിന്ന് മൃഗങ്ങളും കൊമ്പുകളിൽ നിന്ന് പക്ഷികളും പൊയ്ക്കൊള്ളട്ടെ. അതിൻ്റെ തായ് വേരോ വയലിലെ ഇളം പുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ വെച്ചേക്കുവീൻ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ. അവന് മൃഗങ്ങളോട് കൂടെ നിലത്തെ പുല്ല് ഉപജീവനമായിരിക്കട്ടെ. അവന്റെ മാനുഷ്യ സ്വഭാവം മാറി മൃഗസ്വഭാവമായി തീരട്ടെ. അങ്ങനെ അവന് 7 കാലം കഴിയട്ടെ. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമമായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടെ ഇരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. നെബൂഖദ്നേസറായ ഞാൻ ഈ സ്വപ്നം കണ്ടു. എന്നാൽ ബേൽശസ്സറേ, എന്റെ രാജ്യത്തിലെ വിദ്വാൻമാർക്കാർക്കും
അതിൻ്റെ അർത്ഥം അറിയിപ്പാൻ കഴിയായിക കൊണ്ട് നീ അതിൻ്റെ അർത്ഥം അറിയിച്ചു തരയണം. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുള്ളത് കൊണ്ട് നീ അതിന് പ്രാപ്തനാകുന്നു. ഓക്കെ, ഇത് മൊത്തം സ്വപ്നമാണത്. രാജാവ് കണ്ട സ്വപ്നം ഇവിടെ വിശദീകരിച്ചു പറയുകയാണ്. അതിൻ്റെ പാതി ഭാഗം വരെ സ്വപ്നമാണ്, ബാക്കിയുള്ളത് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ്, താഴോട്ടുള്ള ഭാഗങ്ങൾ. നമുക്ക് ഈ സ്വപ്നത്തിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, അതൊത്തിരി നമ്മൾ കേട്ടുള്ള വായിച്ചാൽ മനസ്സിലാകും. അതിൻ്റെ ഉള്ളടക്കം ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാം. ഇത് വലിയ വൃക്ഷത്തിൻ്റെ ഒരു ഉയർച്ചയും അതിൻ്റെ വളർച്ചയും, ആ വൃക്ഷം അതോടൊപ്പം തന്നെ വളർന്നു നല്ല ടോപ്പിലെത്തി, പെട്ടെന്ന് ആ വൃക്ഷം അത് വീഴുന്നു. ഇത്രയാണ് കാണാൻ കഴിയുന്നത്. ഈ വൃക്ഷം നട്ടിരിക്കുന്ന എവിടെയാ? ഭൂമിയുടെ നടുവിലുള്ളൊരു വൃക്ഷം. നമ്മുടെ വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിലും ലോകപ്രകാരമൊക്കെ ചില രാജ്യങ്ങളെ, ചില വ്യക്തികളെയൊക്കെ വൃക്ഷങ്ങളോട് സാമ്യപ്പെടുത്തി പറയാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നെബൂഖദ്നേസറിനെ ഒരു വലിയ വൃക്ഷത്തോട് സാമ്യപ്പെടുത്തിയാണ് ഈ സ്വപ്നം കണ്ടതും ആ സ്വപ്നം വ്യാഖ്യാനിക്കുന്നതും. അങ്ങനെയാണ് ഇവിടെ നെബൂഖദ്നേസർ കണ്ട സ്വപ്നം ഒരു വൃക്ഷം. ആ വൃക്ഷത്തെക്കുറിച്ചുള്ള ഒരു വലിയ വർണ്ണന അവിടെ പറയുന്നുണ്ട്. അത് ആകാശത്തോളം ഉയർന്ന ഉയരമുള്ളതും സർവഭൂമിയുടെ അറ്റത്തോളം കാണാവുന്നതുമാണ്. അതിൻ്റെ ഇലകൾ ഭംഗിയുള്ളതും ബലം അനുവദ്യമാകുന്നു. എല്ലാവർക്കും അതിൽ ആഹാരമുണ്ട്. കാട്ടുമൃഗങ്ങൾ അതിന് കീഴിൽ വസിക്കുന്നു, പറവകൾ അതിൻ്റെ മുകളിൽ വസിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ കഴിയുന്ന, ഉയർന്നു നിൽക്കുന്ന, പടർന്നു പന്തലിച്ച ഒരു വൃക്ഷം എന്ന് പറഞ്ഞാൽ നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ചുള്ള ഒരു പിക്ചറാണ്. അതിൻ്റെ അർത്ഥം ഒത്ത നടുവിൽ നിർത്തിയിരിക്കുകയാണ്. ആ രാജ്യത്വത്തിൻ്റെ നെബൂഖദ്നേസറിൻ്റെ വലിപ്പം, അവൻ്റെ ശക്തി, അവൻ്റെതായിരിക്കുന്ന പ്രാമുഖ്യം, അവൻ്റെ സൗന്ദര്യം, അവൻ്റെതായിരിക്കുന്ന ബലം, അവൻ പാർക്കുന്ന ഇടങ്ങൾ എന്നിവയെല്ലാം ആണ് ആ വൃക്ഷത്തിൻ്റെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന വർണ്ണനയിലൂടെ വെളിപ്പെട്ട് വരുന്നതാണ്. നമ്മൾ 1 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ഉറക്കം നിലവിളിക്കുന്നതായി പറയുന്നുണ്ട്. ഇറങ്ങി വരുന്ന കണ്ടു, ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞെന്നാ പറയുന്നത്. ഉറക്കം നിലവിളിച്ചു. മരണത്തിൻ്റെ വിധി അവിടെ വിശദീകരിക്കുകയാണ്. വൃക്ഷം വെട്ടി മാറ്റുകയാണ്. എങ്ങനത്തെ വൃക്ഷമാണ്? എത്ര പേർക്ക് പ്രയോജനമുള്ള, അത്രമാത്രം ഉയർന്നും ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഭയപ്പെടുന്ന, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അഭയം പ്രാപിക്കാൻ കഴിയുന്ന, ലോകരാഷ്ട്രങ്ങൾക്ക് അഭയം കൊടുക്കുന്ന, ലോകരാഷ്ട്രങ്ങൾ മുഴുവനും വെട്ടിപ്പിടിച്ചെടുക്കുന്ന ശക്തനായ ഒരു രാജാവ്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തില്ലേ ആ കാലഘട്ടത്തിലുള്ളത്? എത്രയെത്ര രാജ്യങ്ങൾ അവൻ്റെ കയ്യിൽ കൊണ്ടു. ശക്തനായ സാമ്രാജ്യ സ്ഥാപകൻ, ശക്തമായ സാമ്രാജ്യം, ഒന്നിനും ഒരു കുറവുമില്ല. എല്ലാം അവൻ്റെ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ട്. എല്ലാവർക്കും അതിനകത്ത് സുരക്ഷിതത്വമാണ്. ഒരു സാമ്രാജ്യത്തിനും അവനെ എതിർക്കാൻ കഴിയത്തില്ല. ഒരു രാഷ്ട്രത്തിനും അവനെ എതിർക്കാൻ കഴിയത്തില്ല. ആ നിലയിൽ ഉയർന്നു നിൽക്കുന്ന, പന്തലിച്ച് നിൽക്കുന്ന നെബൂഖദ്നേസർ രാജാവ്. വൃക്ഷം വെട്ടിയിട്ടെന്ന് പറഞ്ഞാൽ ആ പദവിയിൽ നിന്നും അവനെ വെട്ടി മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ, ഈ മരം ആ മനുഷ്യനെ പ്രതിനിധീകരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന അവന് രൂപാന്തരം സംഭവിക്കുകയാണ്. രൂപാന്തരം സംഭവിക്കുന്നു.
നമ്മുടെ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മൃഗത്തിൻ്റെ ഹൃദയമാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും മനോഹരവും ഉയർന്നതും ഉന്നതവും ഒക്കെയായി നിൽക്കുന്ന മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ അവൻ സംഭവിക്കാൻ പോകുന്നു, അവൻ മൃഗത്തിൻ്റെ ഹൃദയമുള്ളവനായി തീരുകയാണ്. അവിടെ വായിക്കുന്ന 17-ാമത്തെ വാക്യം, മനുഷ്യരുടെ രാജ്യത്വത്തിനുമേൽ അത്യുന്നതൻ വാഴുമെന്നും ജീവിക്കുന്നിരിക്കുന്നവർ അറിയണം. ആ പദപ്രയോഗം ഭയങ്കര പവർഫുൾ പദപ്രയോഗമാണത്. മനുഷ്യൻ്റെ രാജ്യത്വം, അവൻ പറഞ്ഞു, എൻ്റെ ധനത്താൽ ഞാൻ പണിതുയർത്തിയ മഹതിയാൻ ബാബിലോൺ അല്ലയോ. ദൈവം വെച്ചാൽ ഞാൻ ഒരു ക്ലാസ് അവരുടെ കോട്ടയെക്കുറിച്ച് ഞാൻ പറയാം. ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് ആടുന്ന തൂക്കുവനങ്ങളെന്ന് പറയുന്നത്. അത് അവൻ്റെ രാജ്യത്ത് അവൻ പണിതുയർത്തിയതാണ്. തൂക്കുവനം, ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറയുന്നൊന്ന് ലോകത്തെ അത്ഭുതങ്ങൾ ഒന്നാണ്. അതിനകത്ത് എന്തെല്ലാം ഫെസിലിറ്റീസ് അവൻ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ആ നിലയിൽ നിൽക്കുന്ന ഉന്നതനാകുന്ന മനുഷ്യൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ മേൽ അത്യുന്നതനായവൻ വാഴും എന്ന് മറ്റുള്ളവർ അറിയിക്കുവാൻ വേണ്ടി തന്നെ. നെബൂഖദ്നേസർ 2 സ്വപ്നത്തിൽ ഈ വാക്ക് കേട്ടു. അതിനെ 17-ാമത്തെ വാക്യം ഇത് വായിച്ച്, മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമമായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നു. ഓക്കെ. അപ്പൊ നെബൂഖദ്നേസർ 2 സ്വപ്നത്തിൽ ഈ വാക്ക് കേട്ടു. മനുഷ്യ രാജ്യത്തിന്മേൽ അത്യുന്നതൻ വാഴും എന്ന് ജീവിച്ചിരിക്കുന്നവരറിയും എന്ന് പറയുന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ കാണുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്രകാരത്തിൽപ്പെട്ടതായ ഒരു സ്വപ്ന കണ്ടത്. ഇതിൻ്റെ വെളിച്ചത്തിൽ സത്യം പറഞ്ഞാൽ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും കൽദേർക്കും ബുദ്ധിമുട്ടാണ്. കാരണം അവർ ആശ്രയിക്കുന്ന, അവർ സേവിക്കുന്ന, അവർ ദൈവമായി കണ്ടവനെക്കുറിച്ചുള്ളതാണ് പറയാൻ പോകുന്നത്. നാളെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ തല കൊയ്തെങ്കിലോ അവനെ ഇല്ലാതാക്കിയെങ്കിലോ, അതുകൊണ്ട് അറിഞ്ഞാലും ഇവർ പറയത്തില്ല. അത് മഹാനായ ഒരു രാജാവിൻ്റെ ജീവിതം സംഭവിക്കാൻ പോകുന്ന താഴ്ചയെക്കുറിച്ചാണ് സംഭവിക്കുന്നത്. നെബൂഖദ്നേസർ രാജാവിൻ്റെ ഉപദേഷ്ടന്മാരായിരിക്കുന്നവർക്കാർക്കും സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ഒരുപക്ഷെ അവർ ആഗ്രഹിച്ച് കാണത്തില്ല, ഈ ഒരു ഭയം കൊണ്ട്. നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിനോട് പറയും, സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറയുകയാണ്. അതിന് വ്യാഖ്യാനം അവൻ വ്യാഖ്യാനിക്കുകയാണ്. വാസ്തവത്തിൽ സത്യം എന്താണെന്ന് കേൾക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും, കാരണം ദാനിയേൽ അത് നെബൂഖദ്നേസർ സംബന്ധിക്കുന്ന വിഷയമാണ്. അത് അതിൻ്റെ നില വ്യാഖ്യാനിക്കുമ്പോൾ കേൾക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ ദാനിയേലിൽ നിന്ന് സത്യസന്ധമായ ഉത്തരം ലഭിക്കുമെന്ന് നെബൂഖദ്നേസർ രാജാവിന് നന്നായി ഉറപ്പുണ്ടായിരുന്നു. അവിടെ അവൻ പറഞ്ഞു, പരിശുദ്ധ ദൈവത്തിൻ്റെ കരം ആത്മാവിൽ നിന്നിൽ ഉള്ളത് കൊണ്ട് നിനക്കത് കഴിയുമെന്നാണ് പറയുന്നത്. പരിശുദ്ധദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ട് എന്നും ഒരു രഹസ്യവും നിനക്ക് വിഷമമല്ലെന്നും ഞാൻ അറിയുന്നത് കൊണ്ട് ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം പറയുക. അപ്പോൾ പരിശുദ്ധ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ ഒരു മനുഷ്യനായി
നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിനെ തിരിച്ചറിയുകയാണ്. എന്നാൽ ഈ ദാനിയേൽ പരിശുദ്ധ ദൈവത്തിൻ്റെ ദാസനാണെന്നും ആ ആത്മാവിൽ വസിക്കുന്നുണ്ട് എന്നും രാജാവിന് മനസ്സിലായി. പക്ഷെ ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ നെബൂഖദ്നേസർ തയ്യാറല്ലായിരുന്നു. ഇത്രയും കാര്യങ്ങൾ അവന് മനസ്സിലായി. അത്യുന്നത ദൈവത്തെക്കുറിച്ചും ദാനിയേലിൽ വസിക്കുന്ന വിശുദ്ധ ദേവന്മാരുടെ ആത്മാവിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും താൻ ദൈവസന്നിധി താഴ്ത്തുവാൻ താൻ തയ്യാറല്ലായിരുന്നു. ആ ദൈവത്തെങ്കിലും അടുക്കുവാൻ തയ്യാറല്ലായിരുന്നു. അവന് ഷോർട്ട് കട്ടോടെ ലഭിക്കുന്ന താൽക്കാലിക നന്മയിലേക്കും അതിൻ്റെ ഭൗതിക അനുഭവങ്ങളിലേക്കും ഒക്കെ പോയതുകൊണ്ട് ജീവിതത്തിൽ അതിൽ നിന്ന് അവൻ പുറത്തവനെ കൊണ്ടുവരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ 19 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. അപ്പോൾ ബേൽഷസ്സർ എന്നു പേരുള്ള ദാനിയേൽ കുറെ നേരത്തേക്ക് സ്തംഭിച്ചിരുന്നു. അവൻ വിചാരങ്ങളാൽ പരവശനായി. രാജാവ് അവനോട്, ബേൽഷസ്സരേ, സ്വപ്നവും അതിന്റെ അർത്ഥവും നിമിത്തം നീ പരവശനാകരുതേ എന്ന് കൽപ്പിച്ചു. ബേൽഷസ്സർ ഉത്തരം പറഞ്ഞത്, യജമാനനെ, സ്വപ്നം തിരുമനസ്സിലെ ശത്രുക്കൾക്കും അതിന്റെ അർത്ഥം തിരുമനസ്സിലെ വൈരികൾക്കും ഭവിക്കട്ടെ. വളർന്ന് ബലപ്പെട്ടതും ആകാശത്തോളം ഉയരമുള്ളതും ഭൂമിയിൽ എല്ലായിടത്തും നിന്നും കാണാകുന്നതും ഭംഗിയുള്ള ഇലയും അനവധി ഫലവും എല്ലാവർക്കും ആഹാരവും ഉള്ളതും കീഴെ കാട്ടുമൃഗങ്ങൾ വസിച്ചതും കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾക്ക് പാർപ്പിടം ഉണ്ടായിരുന്നതുമായി കണ്ട വൃക്ഷം രാജാവേ വർദ്ധിച്ചു ബലവാനായി തീർന്നിരിക്കുന്ന തിരുമേനി തന്നെ. തിരുമനസ്സിലെ മഹത്വം വർദ്ധിച്ച് ആകാശം വരെയും ആധിപത്യം ഭൂമിയുടെ അറുതി വരെയും എത്തിയിരിക്കുന്നു. ഓക്കെ, ആ ഭാഗം മൊത്തം വായിച്ചാൽ സമയമില്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിർത്താൻ പറഞ്ഞു. നെബൂഖദ്നേസറിന്റെ ഉയർച്ചയെക്കുറിച്ചും അതുപോലെ തന്നെ വരാൻ പോകുന്ന തൻ്റെ അധപ്പതനത്തെക്കുറിച്ചും പതനത്തെക്കുറിച്ചുമാണ് ദാനിയേൽ ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത്. പക്ഷെ വായിക്കുന്ന അവൻ്റെ ചിന്തകൾ അവനെ അസ്വസ്ഥനാക്കി. ഒരുപക്ഷെ ദാനിയേൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ദാനിയേലിന് ഒരുപക്ഷെ ഒരു അസ്വസ്ഥത പോലെ സംഭവിച്ചു. ഇതെങ്ങനെ ഞാൻ പറയും? ദാനിയേൽ നെബൂഖദ്നേസരോട് ആത്മാർത്ഥമായി കരുതുകയും സ്വപ്നത്തിൻ്റെ അർത്ഥം അവനെ വ്യക്തമായി പറയേണ്ടതാണ്, പറയാതിരിക്കത്തക്ക നിലയിൽ പറയുമ്പോൾ ആ സ്വപ്നം ദാനിയേലിനെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം തനിക്ക് സംഭവിക്കാൻ പോകുന്ന വലിയൊരു പതനത്തിൻ്റെ കഥയാണിത്. അത് ദാനിയേലിലേക്ക് സ്വാധീനിച്ചു. അവിടെ പറഞ്ഞ തൻ്റെ സുഹൃത്തുക്കളാകുന്ന തൻ്റെ സുഹൃത്താകുന്ന നെബൂഖദ്നേസറിന്റെ കാര്യത്തിൽ അതങ്ങനെ സംഭവിക്കാൻ ഒരുപക്ഷെ ദാനിയേൽ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ദാനിയേൽ പറയുന്നത്, നിന്റെ ശത്രുക്കൾക്ക് അങ്ങ് ഭവിക്കട്ടെ, നിനക്കങ്ങനെ ഭവിക്കരുത് എന്ന്. നമ്മളെ ആളുകൾ സാധാരണ പറയുന്നത് ശത്രുക്കൾക്ക് പോലും അങ്ങനെ സംഭവിക്കില്ലെന്ന് പറയാറുണ്ട്. അത്രമാത്രം വലിയൊരു പതനത്തിലേക്ക് താൻ പോവുകയാണ്. രാജാവേ, ആ നിലയിൽ നിനക്കങ്ങനെ സംഭവിക്കരുതേ, നിന്റെ ശത്രുക്കൾക്ക് സംഭവിച്ചാൽ നിനക്ക് സംഭവിക്കല്ലേ എന്ന് പറയുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് രാത്രി ഞാൻ നിർത്താം. ദാനിയേൽ പറയുന്നൊരു പദപ്രയോഗമുണ്ട്. ഈ കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് വരുമ്പോൾ പറയുന്നുണ്ട്, രാജാവേ, ആ വ്യക്തി നിങ്ങൾ തന്നെ. ദാനിയേൽ ആ കാര്യം വ്യക്തമായി പ്രയോഗിച്ചു. കുറെ കൂടെ വേണമെങ്കിൽ ദാനിയേലിന് ഒരു വിനയാദ്യനായി ആ നിലയിൽ ഒരു വളച്ചുകെട്ടൊക്കെ പറഞ്ഞ് ഒരു പോളിഷ്ഡ് വാക്കൊക്കെ ഉപയോഗിച്ച് ഒരു പൊതുവാകുന്ന ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്ന് ദാനിയേലിനെ നിർത്താമായിരുന്നു. എന്നാൽ ദാനിയേൽ അതിന് പകരം യാഥാർത്ഥമാകുന്ന സത്യം അതങ്ങനെ തന്നെ നെബൂഖദ്നേസർ മുമ്പിൽ വെളിപ്പെടുത്തി.
രാജാവേ, അത് നിങ്ങൾ തന്നെ അത് പറഞ്ഞു കൊണ്ടുവന്ന് രാജാവിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. നീ തന്നെ അത്. നമുക്കറിയാം, ദാവീദിനോടുള്ള ബന്ധത്തിൽ നാഥാൻ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ആ പറഞ്ഞ സമാനമായിട്ടാണിത്. ഞാൻ വാക്കിയോട് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നാം ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, താൽക്കാലികമാകുന്ന തെറ്റായ മാർഗങ്ങളുടെ ലഭിക്കുന്നെല്ലാം താൽക്കാലികമാണ്. അതൊരിക്കലും നമുക്ക് നിലനിൽക്കുന്ന സമാധാനമോ സ്വസ്ഥതയോ നമുക്ക് തരത്തില്ല. മനുഷ്യനാവശ്യം ആ ഷോർട്ട് കട്ടിലൂടെ ലഭിക്കുന്ന സമാധാനം, സന്തോഷം മതി. എന്നാൽ അതൊരിക്കലും നിന്നെ അതിൻ്റെ പരമമാകുന്ന ഉപയോഗത്തിൽ നിന്നെ കൊണ്ടെത്തിക്കത്തില്ല. അത് നിന്നെ തകർത്തിട്ടേ പോകത്തുള്ളൂ. മറ്റൊന്ന്, നാം മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായ നിലയിൽ ദൈവത്തെങ്കിലേക്ക് നമുക്ക് തിരിയാം. ദൈവസന്നിധിയിൽ നമുക്ക് മുട്ടാം. അവിടെ നമുക്ക് പരിഹാരമുണ്ട്. മൂന്നാമത്തത്, നമ്മൾ അധിവസിക്കുന്ന ഈ ഭാരതത്തിൽ അല്ല, നിങ്ങൾ എവിടെ പാർക്കുന്നു അവിടെ, ദൈവത്തെ സേവിക്കാത്ത ജനത്തിൻ്റെ ഇടയിൽ നിങ്ങളിൽ വസിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണ് എന്നുള്ളത് ആ ജനം ഐഡൻറ്റിഫൈ ചെയ്യത്തക്ക നിലയിൽ നമുക്ക് വിശുദ്ധന്മാരായി ജീവിക്കാം. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് ഇവരിലുണ്ട് എന്ന് ജാതികൾ നമ്മെ നോക്കി പറയട്ടെ. നമ്മുടെ കൂടെ വസിക്കുന്നവർ പറയട്ടെ. നമ്മുടെ അയൽവാസികൾ പറയട്ടെ. നമ്മുടെ ചർച്ചിലുള്ളവർ പറയട്ടെ. നമ്മുടെ ബന്ധുക്കൾ പറയട്ടെ. നാളെ നിങ്ങളുടെ ബന്ധുക്കളെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയട്ടെ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് അവളിലുണ്ട്, അവനിലുണ്ട് എന്ന് മറ്റുള്ളവർ പറയട്ടെ. ആ ഒരു വിശുദ്ധ ജീവിതം നാം വേദോസ്ത പല ഭാഗത്തും പോയി ഓർപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ ജീവിച്ചു. നമുക്കങ്ങനെ ജീവിക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് എന്താണെന്നും അത് മറ്റുള്ളവർ അത് കാണട്ടെ, മറ്റുള്ളവരിലേക്ക് അത് സ്വാധീനിക്കട്ടെ, മറ്റുള്ളവരെ അതിന് വശംവരാകി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തത്, നമുക്കെത്ര ലോകപ്രകാരം അറിവുണ്ടെങ്കിലും നമ്മെ തന്നെ സമർപ്പിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം പ്രയോജനമില്ലാതെ പോകും. അവിടെ നമ്മെ തന്നെ ദൈവം സമർപ്പിച്ച് വിജയകരമായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മ നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.